ഉച്ചയ്ക്ക് 12 മണിയോടെ പച്ചക്കറി ലോറി ചിൽഡ്രൻസ് ഹോമിലേക്ക് കടത്തിവിടാനായി ഗേറ്റ് തുറന്ന അവസരത്തിലാണ് 4 പെൺകുട്ടികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. മുളകുപൊടി എറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തിലെ ഒരാളെ അപ്പോൾ തന്നെ ജീവനക്കാർ പിടികൂടി. ശേഷിക്കുന്നവരിൽ 2 പേർ തൊട്ടടുത്തുള്ള പ്രസ് അക്കാദമി കെട്ടിടത്തിൽ അഭയം തേടിയപ്പോൾ മറ്റൊരാൾ ഓടി രക്ഷപ്പെട്ടു. ഈ കുട്ടിയെ പിന്നീട് പോലീസ് കാക്കനാട് നിന്ന് പിടികൂടി. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ കൊണ്ടാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് കുട്ടികൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അവിടുത്തെ പിള്ളേർ സ്വഭാവം ശരിയല്ല. എന്തെങ്കിലും ഞങ്ങൾ അവിടെ നിൽക്കുന്ന പിള്ളേർ എന്തെങ്കിലും നടന്ന് ചെന്ന് പറയുമ്പോൾ ടീച്ചർമാർ പറഞ്ഞു ഇവരോട് തന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അവിടെ പല രീതിയിലുള്ള പിള്ളേർ, അതൊക്കെ നിങ്ങൾ കണ്ട് സഹിച്ചവിടെ നിൽക്കണമെന്ന്. പിള്ളേരുണ്ട് ഉപദ്രവിക്കുന്നത് ഞങ്ങൾ പുറത്ത് പറഞ്ഞ അവർ പറയണ്ടെന്ന് പറയുന്നത് മാഡം. അവിടുത്തെ സ്റ്റാഫുകൾ ഉപദ്രവിക്കാനും ടീച്ചേഴ്സ് ഉപദ്രവിക്കാനും. എന്നാൽ കുട്ടികളുടെ ആരോപണം തെറ്റാണെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ പത്മജ പറഞ്ഞു. ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ കുട്ടികൾ സൈക്കാട്രിക് കൗൺസിലിംഗ് വേണ്ട കുട്ടികളാണ്. ലൈംഗിക ചൂഷണമൊന്നുമില്ല, പക്ഷേ വേറെ ഉണ്ട്. കുട്ടികളെ കോടതികളുമായും അവരുടെ മാതാപിതാക്കളുമായും ബന്ധപ്പെട്ട ശേഷം തുടർന്നും ചിൽഡ്രൻസ് ഹോമിൽ താമസിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെയർപേഴ്സണെ ഉപരോധിച്ചു. മീഡിയ 1 കൊച്ചി.